കോളേജ് സ്ട്രീറ്റാണ്, കോളേജ് തെരുവ് കൊൽക്കത്തയിലെ. ഇവിടെ യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കട്ട സർവകലാശാലയൊക്കെയുള്ള സ്ഥലം. 46 വർഷമല്ലേ പറയണ്ട, 46 വർഷമായിട്ട് കൊൽക്കത്തയിലുള്ള മലയാളിയാണ്, കൊൽക്കത്തയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇവിടെ എപ്പോഴാണ് വരുന്നത്? ഞാൻ 1977 ഒക്ടോബർ 28 കൊൽക്കത്തയിലെത്തുന്നത്. ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിലേറി കുറച്ച് സമയം കഴിയുമ്പോഴല്ലേ വരുന്നത് അല്ലേ? അന്ന് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു സംവിധാനമൊക്കെ? ഒരു കുറച്ച് വിദ്യാഭ്യാസത്തിലുള്ള കൽക്കത്തയിൽ പ്രത്യേകിച്ച് ഒരു കുറേയൊക്കെ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവരാണല്ലോ കൂടുതലും. അവർക്ക് വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. ആ പ്രതീക്ഷ എപ്പോഴാണ് നഷ്ടപ്പെട്ടു പോയി ആൾക്കാർ? ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയത് ഒരു പ്രത്യേക ഒരു അങ്ങനെ കാലം പറയാൻ കഴിയില്ലെങ്കിലും ഒരു 2000 കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ ഒരു അസംതൃപ്തി ചെറുതായിട്ടുണ്ടായിരുന്നു. പാർട്ടി ആകെ ഇവിടെ തകർന്നു പോയപ്പോൾ ഉള്ളൊരു ഫീൽ എന്തായിരുന്നു? തകർന്നു എന്ന് പറയാൻ കഴിയില്ല. ഇതിൻ്റെ ഇവിടുത്തെ പ്രധാന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ വളരെ പരിമിതമാണ്. അതായത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം വളരെ വളരെ പരിമിതമായി. ഈ CPM ആദ്യ അധികാരം നഷ്ടപ്പെട്ടപ്പോൾ കേരളത്തിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളൊക്കെ കരുതിയത് അടുത്ത തവണ വരുമായിരിക്കും. പക്ഷേ അടുത്ത തവണ ഉണ്ടായില്ല. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുന്നു കരുതി, ആ സമയത്തുണ്ടായില്ല. ഇപ്പോൾ ഈ തവണ മെച്ചപ്പെട്ട് വരുന്നു എന്നൊരു പ്രതീക്ഷ അവിടെയുള്ള ആളുകൾക്കുണ്ട്. എന്താണ് ഇവിടെ നിന്നുള്ളൊരു ഗ്രൗണ്ട്? ഒരു പ്രതീക്ഷ, ഒരു തിരിച്ച് നടത്തം ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. മീനാക്ഷി മുഖർജിയെ പോലെ, ദീക്ഷിത ധറിനെ പോലെ, ശ്രീജൻ ഭട്ടാചാര്യയെ പോലെ, പ്രതികൂർ റഹ്മാനെ പോലെയുള്ള നേതാക്കന്മാർ പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ CPMകാർക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാകുന്ന ഒരു കാര്യം, ബംഗാളിൽ സീറ്റ് ലഭിക്കുമോ CPM അല്ലെങ്കിൽ മറ്റിടത് പാർട്ടികൾ എന്നുള്ളതാണ്. മുർഷിദാബാദിലാണ് മുഹമ്മദ് സലീം മത്സരിച്ചത്. മുഹമ്മദ് സലീം ജയിക്കാനുള്ള ഒരു സാധ്യത പൊതുവെ പറയപ്പെടുന്നുണ്ട്. കാളി ദൈവത്തെയാണ് ഇവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ദൈവം. അതുമാത്രമല്ല, അതൊരു സാധാരണക്കാരൻ്റെ, കറുത്തവളാണല്ലോ കാളി, അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഒരു ദൈവം കൂടി ആയതുകൊണ്ട് ഇവിടെ അതിന് വലിയൊരു അംഗീകാരമുണ്ട്. അപ്പോൾ അത് സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്തിട്ടുണ്ട്. അതൊരു പക്ഷേ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിക്കും ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അവർ കാളികെട്ടിലാണ് അവരുടെ താമസം, ഏറ്റവും കാളികെട്ട് അമ്പലത്തിൻ്റെയാണ്. ചില ആൾക്കാരെങ്കിലും അവർ കാളിയുടെ ഒരു പ്രതിരൂപമാണ് എന്ന് വിശ്വസിക്കുന്നവരും ഉണ്ട്. മീനാക്ഷി മുഖർജി വളർന്നു വരുമ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ CPM ഉണ്ടെന്ന്, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. മമതാ ബാനർജിക്ക് നേരിടാനും അവർക്ക് മുന്നിൽ നിൽക്കാനും കെൽപ്പുള്ള ഒരു നേതാവായിട്ട് മീനാക്ഷി മുഖർജി വളരുന്നുണ്ട്. എന്തായാലും വോട്ടർ സൈക്കിൾ ഡയറി കൊൽക്കത്തയിൽ തന്നെ തുടരുന്നുണ്ട്. ഇവിടുത്തെ മനുഷ്യരുടെ പ്രതീക്ഷകൾ, ഇവിടുത്തെ മനുഷ്യരുടെ തീരുമാനം. നമുക്ക് യാത്ര തുടരാം.